പാലക്കാട് മുണ്ടൂരിലേക്കാണ്. അവിടെ കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ചു. കണ്ണാടൻ ചോലയ്ക്ക് സമീപത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. മുണ്ടൂർ ഒടുവങ്ങാട് സ്വദേശിയായ അല്ലനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കോള് വന്നിട്ട് പോയതായിരുന്നു. കോള് വന്നിട്ട് അമ്മയാണ് ഒന്ന് വിളിച്ചത്. അറിയില്ല, വന്നിട്ട് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ വഴി കിടക്കണ്ടായിരുന്നു. ഈ പരിക്കേറ്റ അമ്മയാണോ വിളിച്ചത്? ആണ്, വേറൊരു ഫ്രണ്ട് വഴി അറിഞ്ഞത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയതായിരുന്നു. ചെന്നപ്പം വഴിയിൽ കിടക്കുമായിരുന്നു. വഴി കിടക്കായിരുന്നു. എന്തായിരുന്നു അവസ്ഥ? എങ്ങനെയായിരുന്നു അറിയില്ല, അവൻ മിണ്ടുണ്ടായിരുന്നില്ല. അവനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവൻ്റെ അമ്മയാണ് സംസാരിക്കുന്നത്. പിന്നെ വണ്ടി കയറ്റി വിട്ടിട്ട് എല്ലാവരും ആശുപത്രിക്കുന്നു. അതെ, അതറിയില്ല. ഞാൻ നോക്കിയപ്പോൾ പൾസൊന്നും കണ്ടില്ല. പക്ഷെ എനിക്കറിയില്ല, ആ വെപ്രാളത്തിലായിരുന്നല്ലോ. അമ്മ സംസാരിക്കുന്നുണ്ട്. അറിയില്ല, CT സ്കാൻ കൂടെ വന്നിട്ട് റിപ്പോർട്ട് നോക്കിയിട്ട് പറയുമ്പോൾ കോള്. നിതിൻ തോമസ് ഉണ്ട്. നിതിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന കാര്യമൊക്കെയാണ് പറഞ്ഞത്. എത്ര സമയം കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു? മരണം അപ്പോൾ തന്നെ സംഭവിച്ചിരുന്നോ? ദിവീഷ്, അലൻ്റെ മരണം വരുന്ന വഴിക്ക് തന്നെ സംഭവിച്ചിരുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇവരെ കൊണ്ടുവന്നവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് ഈ അലൻ അന്നേരം തന്നെ സംസാരിക്കുന്നില്ലായിരുന്നു എന്നാണ്. ഈ അലനെയും അമ്മ വിജിനെയും ഒരുമിച്ചാണ് ഈ കാട്ടാന ആക്രമിച്ചത്. മാതാവായ വിജിക്ക് ഗുരുതര പരിക്കുകളുണ്ട്. പക്ഷേ ആ അമ്മയുടെ നിലവിളി ശബ്ദവും മറ്റും കേട്ടാണ് അവിടേക്ക് പ്രദേശവാസികളും അലൻ്റെ കൂട്ടുകാരുമായിട്ടുള്ളവർ അവിടേക്ക് ഓടിച്ചെന്നത്. അവരുടെ വീടിൻ്റെ ഒരു പരിസര പ്രദേശത്ത് വെച്ച് തന്നെയായിരുന്നു ഇത്തരത്തിലൊരു കാട്ടാനാക്രമണം ഉണ്ടായത്. വൈകുന്നേരം 8 മണിയോട് കൂടിയിട്ട് ഈ ഇരുവരും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. മടങ്ങുന്ന സമയത്താണ് കണ്ണാടൻ ചോലയ്ക്ക് സമീപത്ത് വെച്ച് ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം ഉണ്ടായത്. ഈ ഗുരുതരമായി പരിക്കേറ്റ മാതാവിനെ ഇപ്പം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അലൻ്റെ മൃതദേഹം ജില്ലാ ആശുപത്രിയുടെ തന്നെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പ്രദേശമെന്ന് പറയുന്നത് മുണ്ടൂർ കയറങ്കോട് കണ്ണാടൻ ചോല എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ മലയോര മേഖലയാണ്. ഇവരുടെ വീടുകളും ഉള്ളത് മലയോര മേഖലയോട് സമീപ പ്രദേശത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്ത് ഇതിനു മുമ്പും ഇത്തരത്തിൽ ആന ഇറങ്ങുന്ന ഒരു സ്ഥിരം ശല്യമുണ്ടായിരുന്നു. ആനയുടെ സ്ഥിരം ശല്യമുള്ളൊരു പ്രദേശമാണ്. അത്തരത്തിൽ സ്ഥിരം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പെട്രോളിങ്ങും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളുമുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ജില്ലാ ആശുപത്രിയുടെ മുമ്പിൽ തമ്പടിച്ചിട്ടുണ്ട്. അധികൃതരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ അമ്മയുടെ അവസ്ഥയാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അമ്മേനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് തനിക്കും ആനയുടെ ചവിട്ട് ഏറ്റിട്ടുണ്ട് എന്ന് അമ്മ പറയുന്നതായിട്ട് ഈ കൊണ്ടുവന്ന ആളുകൾ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഇനി അമ്മയുടെ ഒരു അവസ്ഥ എന്താണെന്ന് വിശദമായി പരിശോധിച്ചതിന് ശേഷം ഒരുപക്ഷെ വിദഗ്ധ ചികിത്സ വേണമെങ്കിൽ തൃശ്ശൂരിലേക്കോ മറ്റോ കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങളും നോക്കുന്നുണ്ട്. ദിവീഷ്, ശരി. എന്നിതിൻ ഒരു പ്രതികരണം കൂടി തേടിയ ശേഷം വരാം. നോക്കിയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. CT സ്കാനിങ് ഇതിപ്പോൾ എമർജൻസി ആയിട്ട് മരുന്ന് കാര്യങ്ങൾ മേടിച്ചിട്ട് പോയിട്ടുണ്ട്. സംസാരിക്കുന്നുണ്ട്. ഗുരുതരമാണോ എന്ന് നമുക്കറിയില്ല. ആനപ്പോൾ ചവിട്ടിയിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ചവിട്ടിയിട്ടുണ്ടെന്നാണ് അമ്മ സംസാരിച്ച് പറയുന്നത്. അപ്പോൾ എന്താണ് ഡോക്ടർമാർ നോക്കിയിട്ട് പറയാനാണ് പറഞ്ഞത്. റിസൾട്ട് വന്നിട്ടുള്ളൂ, റിപ്പോർട്ട് നോക്കിയിട്ട് പറയാനാണ് പറഞ്ഞത്. ഞങ്ങൾ ഒടുവങ്ങാട് എവിടെയാണ്? അവിടെ കണ്ണാടൻ ജോലിയാണ്. മുണ്ടൂർ ഒടുവങ്ങാട് കണ്ണാടൻ ജോലി.